गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकं चकास्तु धर्मबोधाय नित्यमव्याहतात्मनाम्। ओम श्रीनारायण പരമഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മം കൃതിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയിലെ 6ാമത്തെ അധ്യായമായ ബ്രഹ്മചര്യം എന്ന അധ്യായത്തിലെ 153ാമത്തെ ശ്ലോകമാണ് മനനം ചെയ്യാൻ പോകുന്നത്. ശ്ലോകം 153. ശ്രദ്ധാവാൻ ബ്രഹ്മചാരി തു പ്രസ്തുതം ധർമ്മപഞ്ചകം അനുസ്മരേച്ചാനുതിഷ്ഠേത് തദാ തത് ശുദ്ധിപഞ്ചകം. ഒന്നുകൂടി ചൊല്ലാം. ശ്രദ്ധാവാൻ ബ്രഹ്മചാരി തു പ്രസ്തുതം ധർമ്മപഞ്ചകം അനുസ്മരേച്ചാനുതിഷ്ഠേത് തദാ തത് ശുദ്ധിപഞ്ചകം. അപ്പൊ ഒരു വിദ്യാർത്ഥി ഗുരുകുലത്തിൽ താമസിച്ച് അറിവിനെ അധ്യയനം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി മീൻസ് ഒരു ബ്രഹ്മചാരി. ആ ബ്രഹ്മചാരിക്ക് ഒരു വിശേഷണം ഗുരുദേവൻ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധാവാൻ ബ്രഹ്മചാരി എന്നാണ്. ശ്രദ്ധയുള്ള ബ്രഹ്മചാരി. അപ്പൊ ശ്രദ്ധയുള്ള ബ്രഹ്മചാരി ഗുരു ഉപദേശിച്ച് നൽകിയ ധർമ്മപഞ്ചകത്തെയും ശുദ്ധി പഞ്ചകത്തെയും അനുസ്മരിക്കുകയും അതിനെ ജീവിതത്തിൽ ആചരിക്കുകയും വേണം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. ധർമ്മപഞ്ചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിംസിക്കരുത്, മോഷ്ടിക്കരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, അസത്യം പറയരുത്. ശുദ്ധി പഞ്ചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായശുദ്ധി, ശരീരശുദ്ധി, വാക്കിന്റെ ശുദ്ധി, മനസ്സിന്റെ ശുദ്ധി, ഇന്ദ്രിയങ്ങളുടെ ശുദ്ധി, നമ്മുടെ വീടിന്റെയും പരിസരത്തിന്റെയും ഒക്കെ ശുദ്ധി. ഇത്രയും കാര്യങ്ങളെ ശ്രദ്ധാവാനായിരിക്കുന്ന ഒരു ബ്രഹ്മചാരി, ഒരു വിദ്യാർത്ഥി അതിനെക്കുറിച്ച് ഓർക്കണം. അതിനുശേഷം അനുതിഷ്ഠേതിച്ച അവയെ അനുഷ്ഠിക്കണമെന്ന് ഈ ശ്ലോകത്തിൽ പറയും. ഇവിടെ വിദ്യാർത്ഥിയുടെ വിശേഷണമായിട്ട് ശ്രദ്ധാവാൻ എന്ന് ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പിലുള്ള ടെക്സ്റ്റുകളിൽ ശ്രദ്ധയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 കാര്യങ്ങളിലുള്ള ഉറച്ച വിശ്വാസത്തെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രമാണ വ്യാപാരത്തിന് മുമ്പുള്ള അഭ്യൂഹമാണ് വിശ്വാസം. ഈ ഒരു നിർവചനം നമ്മൾ ദർശനമാല പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രമാണ വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ നോക്കുന്നു. ആ വസ്തുവിനെ നോക്കുമ്പോൾ അവിടെ പ്രമാണം എന്നുള്ളത് കണ്ണാണ്. ഞാൻ ഒന്നിനെ കണ്ണുകൊണ്ട് കണ്ടു. അപ്പൊ കണ്ണാണ് പ്രമാണം. കാണുക എന്നുള്ള ക്രിയയാണ് വ്യാപാരം എന്ന് പറയുന്നത്. പ്രമാണ വ്യാപാരം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുക. കണ്ണുകൊണ്ട് കണ്ട ഒന്നിനല്ലേ നമുക്ക് കണ്ണുകൊണ്ട് കണ്ട ഒന്നിനെ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. നമ്മുടെ മുമ്പിൽ ഒരാളുണ്ട്, അപ്പൊ നമ്മൾ പറയുമോ നീ എന്റെ മുമ്പിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയില്ല. കാരണം എന്താണ്? അവിടെ ആ വസ്തുവിനെ, ആ വ്യക്തിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാണുന്ന ഒന്നിനെ, നമ്മൾ കണ്ട ഒന്നിനെ നമുക്ക് പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല. അതാണ് ഉണ്ടോ എന്നുള്ളത്. അതുപോലെ നമ്മൾ ശ്രോത്രേന്ദ്രിയം കൊണ്ട്, ചെവി കൊണ്ടൊരു വിഷയത്തെ, ശബ്ദത്തെ കേൾക്കുന്നു. അതിനെയാണ് പ്രമാണ വ്യാപാരം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ കൊണ്ടൊരു വിഷയത്തെ അറിയുന്നതിന്. ഒരു ശബ്ദത്തെ കേട്ടുകഴിഞ്ഞാൽ ആ ശബ്ദം അവിടെ ഉണ്ടോന്ന് പിന്നെ നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഒരു പട്ടി കുരയ്ക്കുമ്പോൾ അതെന്റെ വിശ്വാസമാണ് അവിടെ പട്ടി കുരയ്ക്കുന്നത് എന്ന് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്?
പ്രമാണ വ്യാപാരത്തിലൂടെ നാം അത് അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ പ്രമാണ വ്യാപാരത്തിലൂടെ അറിഞ്ഞു കഴിഞ്ഞ ഒന്നിനെ നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷെ വിശ്വാസം അങ്ങനെയല്ല. വിശ്വാസം പ്രമാണ വ്യാപാരത്തിന് മുമ്പ് അങ്ങനെയൊന്നും അവിടെ ഉണ്ട് എന്ന് നാം വിശ്വസിക്കുകയാണ്. നാം പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ. നമ്മളെല്ലാം ഈ ലോകത്തെല്ലാം പ്രമാണ വ്യാപാരത്തിലൂടെയാണോ നമ്മൾ അറിയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ഉപരിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു വ്യക്തി, ഇതുവരെ ഒരു കാണാത്ത വ്യക്തി, ആ വ്യക്തിയെ കുറിച്ച് ചില സൂചനകൾ നമ്മൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് അറിഞ്ഞില്ല, എങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ട്. ഇതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം മോശമായ കാര്യമല്ല, വിശ്വാസം നല്ലത് തന്നെയാണ്. ഇപ്പൊ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ശ്രദ്ധ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഈശ്വരൻ. ഈശ്വരനിൽ നമുക്ക് ഉറച്ച വിശ്വാസമാണ്. ഗുരുദേവൻ കഴിഞ്ഞ ശ്ലോകത്തില് ശിഷ്യന്മാർ ആസ്തികാഹ എന്ന് വിളിച്ചു, ആസ്തികന്മാര് എന്ന് അഭിസംബോധന ചെയ്തു. എന്താണ് ആസ്തികന്മാർ എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഈശ്വര വിശ്വാസമുള്ള ആളുകൾ എന്നാണ്. അതുപോലെ ദൈവമേ എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. ഗുരുദേവന്റെ എല്ലാ കൃതികളിലും ഈശ്വര വിശ്വാസം, അതിന്റെ വലിയൊരു ആധിക്യം, അതിന്റെ ഒരു വലിയൊരു പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും. ഗുരുവിന്റെ ദർശനം ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ഈശ്വരനിൽ വിശ്വസിക്കുക. കാരണം ഈശ്വരനെ നമ്മൾ പ്രമാണ വ്യാപാരത്തിലൂടെ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ കണ്ണുകൊണ്ട് ഈശ്വരനെ കണ്ടു, അങ്ങനെ നമുക്ക് ഈശ്വരനെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ചെവി കൊണ്ട്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ഇന്ദ്രിയ വ്യാപാരങ്ങളിലൂടെ ഞാനിത് ഈശ്വരനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ ഇന്ദ്രിയ വ്യാപാരങ്ങൾക്ക് അപ്പുറത്ത് ഈ കാണപ്പെടുന്ന സർവചരാചരങ്ങൾക്കും ആധാരഭൂതമായ ഒരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് ശ്രദ്ധ. അപ്പൊ ഈശ്വരനിൽ ഉള്ള വിശ്വാസം. ഇനി അടുത്തതാണ് ഗുരുവിലുള്ള വിശ്വാസം. ഈശ്വരനെ കുറിച്ച് നമുക്ക് പറഞ്ഞു നൽകി നമ്മെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നത് ഗുരുവാണ്. ആ ഗുരുവിലുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കും. ഗുരുവിലുള്ള ഉറച്ച വിശ്വാസം എന്ന് പറയുമ്പം എപ്രകാരമാണ് ആ വിശ്വാസം? ഗുരുവിന്റെ ഈശ്വരീയ ഭാവത്തിൽ. ഗുരു ഈശ്വരന്റെ പ്രതിപുരുഷനാണ് എന്ന കാര്യത്തിൽ, ഗുരു ഈശ്വരന്റെ പ്രതിപുരുഷനാണ് അല്ലെങ്കിൽ ഗുരു ഈശ്വരനാണ് എന്നുള്ളത് നമ്മുടെ ഏതെങ്കിലും ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞ കാര്യമല്ല, മറിച്ച് നമ്മൾ ഉറച്ച് വിശ്വാസമാണ്. ഈശ്വരൻ ഗുരുവിന്റെ ഗുരു ഈശ്വരന്റെ പ്രതിപുരുഷനാണ്, ഗുരു ഈശ്വരീയ ഭാവത്തോട് ഒത്ത മഹാത്മാവാണ് എന്നുള്ളത് നമ്മുടെ ഉറച്ച വിശ്വാസമാണ്. അപ്പൊ ഗുരുവിലുള്ള ഉറച്ച വിശ്വാസമാണ് രണ്ടാമത്തെ വിശ്വാസം. മൂന്നാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് ഗുരുവിന്റെ വാക്യങ്ങളിലുള്ള വിശ്വാസമാണ്. ഗുരുവിന്റെ വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ അവിടുത്തെ കൃതികളിലൂടെ നമുക്ക് പകർന്നു നൽകിയ വലിയ ഒരു ദർശനമുണ്ട്. ആ ദർശനത്തിൽ ഉള്ള അടിയുറച്ച വിശ്വാസം. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പരിമിതമായ ഒരു ചിന്താശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗുരുവിന്റെ കൃതികളിലെ ചില ആശയങ്ങളെ നമുക്ക് ഇന്നത്തെ നിലക്ക്, മീൻസ് നമ്മുടെ ബുദ്ധിയുടെ ഇന്നത്തെ നിലക്ക് അതിനെ ഗ്രഹിക്കുവാൻ നമുക്കൊരു യുക്തി അല്ലെങ്കിൽ ഒരു യുക്തിക്ക് തടസ്സം നിന്നുകൊണ്ട് യുക്തിഭദ്രമായി തോന്നിയില്ലെങ്കിൽ കൂടിയും എൻ്റെ ബുദ്ധിക്കും യുക്തിക്കും ആ ഒരു വചനത്തെ സ്വീകരിക്കാൻ പ്രയാസമാണ് എന്ന് തോന്നിയെങ്കിൽ കൂടിയും അത് പറഞ്ഞിരിക്കുന്നത് ഗുരുവാണ് എന്നതുകൊണ്ട് നാം ആ വാക്യത്തെ, ആ വചനത്തെ 100% വിശ്വസിക്കുന്നു. ചില ശ്ലോകങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ നിലയിലുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും വ്യത്യസ്തമായ സ്വഭാവ സംസ്കാരങ്ങളാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാറ്റിനെയും ഒരേപോലെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിലേക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റാത്ത ചില ശ്ലോകങ്ങൾ വരും. ആ ശ്ലോകങ്ങളെ നിരാകരിക്കരുത്, മറിച്ച് ഇത് എനിക്ക് ഇന്നത്തെ നിലയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, പക്ഷെ മുന്നോട്ട് പോകുന്തോറും ഈ ശ്ലോകം സത്യമായി ഭവിക്കും. കാരണം എന്താണ്? സത്യസാക്ഷാത്കാരം നേടിയ ഗുരുവിന്റെ വചനങ്ങളാണ്. സത്യസാക്ഷാത്കാരം നേടിയ ഒരു മഹാത്മാവിന്റെ വചനം ഒരിക്കലും അസത്യമായിട്ട് മാറില്ല. അതുകൊണ്ട് ഇത് ഗുരു പറഞ്ഞത് കൊണ്ട് ഞാൻ ഇതിനെ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പൊ ഗുരുവിന്റെ വചനങ്ങളിൽ, ഗുരുവിന്റെ വാക്യങ്ങളിൽ, അതായത് ഗുരു ദർശനത്തിൽ ഉള്ള വിശ്വാസമാണ് മൂന്നാമത്തെ വിശ്വാസം. ഇനി നാലാമത്തെ വിശ്വാസം എന്താണ്? നാലാമത്തെ വിശ്വാസമാണ് ആത്മനിച്ച, അവനവനിൽ തന്നെയുള്ള വിശ്വാസം. നമുക്ക് ഈ 3 കാര്യങ്ങളിലും വിശ്വാസമുണ്ട്. പക്ഷെ നമുക്ക് നമ്മിലൊരു വിശ്വാസം ഇല്ലെങ്കിലോ, അയ്യോ എന്നെ കൊണ്ട് ഒന്നിനും വയ്യ, ഞാൻ എന്തോ വളരെ മോശമായൊരു വ്യക്തിയാണ്,
ഇങ്ങനെ ഒരു മാർഗത്തിലൂടെ പോകാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. അങ്ങനെ നമുക്ക് നമ്മെക്കുറിച്ച് യാതൊരു വിശ്വാസമില്ലെങ്കിൽ മറ്റ് 3 വിശ്വാസം ഉണ്ടായിട്ട് പോലും ഒരു കാര്യമില്ല. നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു, പക്ഷെ നമുക്ക് നമ്മിൽ തന്നെ യാതൊരു വിശ്വാസമില്ലെങ്കിൽ യാതൊരു കാര്യമില്ല. അപ്പൊ നമുക്ക് നമ്മിലും ഉറച്ച വിശ്വാസം വേണം. അപ്പൊ ഈശ്വരനിൽ, ഗുരുവിൽ, ഗുരുവിന്റെ വാക്യങ്ങളിൽ, അവനവന്, ഈ 4 കാര്യങ്ങളിലും ഉറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ശ്രദ്ധാവാൻ എന്ന് പറയുന്നത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നുള്ളത് പ്രസിദ്ധമായ വാക്യമാണ്. ശ്രദ്ധാവാനായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അറിവിനെ കിട്ടുകയുള്ളൂ. ഏത് മേഖലയിലായാലും ആധ്യാത്മികമായ അറിവിനെ നമ്മൾ സമ്പാദിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഭൗതികമായ അറിവുകൾ നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് നേടണമെങ്കിൽ നമുക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. അപ്പൊ ശ്രദ്ധാവാനായിരിക്കുന്ന ബ്രഹ്മചാരി, ശ്രദ്ധാവാനായിരിക്കുന്ന വിദ്യാർത്ഥി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിക്കണം ധർമ്മ പഞ്ചകങ്ങളെ കുറിച്ച്, അതേപോലെ ശുദ്ധി പഞ്ചകങ്ങളെ കുറിച്ച്. ഓർമ്മിച്ചാൽ മാത്രം പോരാ എന്ന് ഗുരു പറയുന്നു. അനുതിഷ്ഠേദിച്ച, അതിനെ സ്വജീവിതത്തിൽ അനുഷ്ഠിക്കണമെന്ന് കൂടി പറയുന്നു. ഇനി അടുത്ത ഒരു 3 ശ്ലോകങ്ങളില് ബ്രഹ്മചാരിയുടെ വ്രതചര്യയെ കുറിച്ച് ഗുരുദേവൻ സൂചിപ്പിക്കുന്നു. നമുക്ക് 3 ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിച്ച് അർത്ഥം പഠിച്ച് അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശ്ലോകം 154. ബലാദാവർജഗാർത്തേഷു ചലച്ഛേദോ നിരോധയേത് വിനാ തന്നിഗ്രഹം കാഷ്ടാം പുരുഷേനാധിഗച്ഛതി. ചൊല്ലാം. ബലാദാവർജഗാർത്തേഷു ചലച്ഛേദോ നിരോധയേത് വിനാ തന്നിഗ്രഹം കാഷ്ടാം പുരുഷേനാധിഗച്ഛതി. ആവർജകാർത്തേഷു ചലത് ഛേദഃ. ആവർജകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകർഷിക്കുക എന്നാണ് അർത്ഥം. ആകർഷിക്കുന്ന കാര്യങ്ങളിൽ പെട്ട് ചലിക്കുന്ന മനസ്സ്, ഇവിടെ ഛേദാന്ന് പറഞ്ഞാൽ മനസ്സെന്നുള്ള അർത്ഥമുണ്ട്. ചലിക്കുന്ന മനസ്സിന് ബലാത് നിരോധയത്, ബലപൂർവം തന്നെ നിരോധിക്കണം. നിരോധിക്കണം മീൻസ് ആ ആകർഷിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണം. തൻ നിഗ്രഹം വിന, മനസ്സിന്റെ ഈ ഒരു നിഗ്രഹം ഇല്ലാതെ പുരുഷ കാഷ്ടാംന അധിഗച്ഛതി. പുരുഷൻ മീൻസ് ഇവിടെ നമുക്ക് ഈ പ്രസംഗത്തിൽ ബ്രഹ്മചാരി എടുക്കാം. അപ്പോ ബ്രഹ്മചാരി വിദ്യാർത്ഥിക്ക് ഇന്ദ്രിയങ്ങളെ ബലപൂർവം തന്നെ നിരോധിച്ചിട്ടില്ലെങ്കിൽ അവൻ ഉത്കർഷത്തെ പ്രാപിക്കുന്നില്ല എന്ന് ഗുരു പറയുന്നു. കാഷ്ടാം ന അധിഗച്ഛതി. കാഷ്ടാം എന്ന് പറഞ്ഞാൽ ഉയർച്ചയെ പ്രാപിക്കുന്നില്ല എന്ന് പറയും. അപ്പോ ആവർജകം എന്ന് പറഞ്ഞാൽ ആകർഷണം എന്നാണ്. ആകർഷണത്തിനൊരു പ്രക്രിയ ഉണ്ട്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വിഷയത്തിലേക്കാണ് നമ്മുടെ മനസ്സ് ആകർഷിക്കപ്പെടുന്നത്. വിഷയങ്ങളെ പൊതുവായിട്ട് നമുക്ക് 5 ആയിട്ട് തിരിക്കാം. അനേകായിരം വിഷയങ്ങളുണ്ട്. പക്ഷെ എല്ലാ വിഷയങ്ങളെയും 5 കാര്യങ്ങളിൽ നമുക്ക് സമാഹരിക്കാം. ശബ്ദം, രസം, രൂപം, സ്പർശം, ഗന്ധം. കാണുക, നമ്മൾ കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു. ഈ 5 കാര്യങ്ങളാണ് വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങളിൽ ഉൾപ്പെട്ട അനേകായിരം വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ പോകുന്നു. മീൻസ് രൂപത്തിലേക്ക് കണ്ണുകൾ പോകുന്നു, ശബ്ദത്തിലേക്ക് ചെവികൾ പോകുന്നു, എന്തെങ്കിലും ഒരു രുചികരമായ വസ്തുവിലേക്ക് രസനേന്ദ്രിയം പോകുന്നു, എന്തെങ്കിലും ഒരു സ്പർശനത്തിലേക്ക് നമ്മുടെ സ്പർശേന്ദ്രിയം പോകുന്നു. അങ്ങനെ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ പോകുന്നു. രണ്ടാമത്തെ ഘട്ടം ഇന്ദ്രിയങ്ങളാണ്. ആദ്യത്തെ ഘട്ടം വിഷയങ്ങളാണ്, രണ്ടാമത്തെ ഘട്ടം ഇന്ദ്രിയങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങൾ എന്തുകൊണ്ട് പോകുന്നു? ഒരു ചുമ്മാ പോകുന്നു, ചുമ്മാ ഒരു ശബ്ദത്തിന്റെ പുറകെ തനിയെ ചെവി പോകുന്നു. മറിച്ച് ആ വിഷയത്തിൽ മനസ്സ് കൽപ്പിച്ച ഒരു മഹത്വ ബുദ്ധിയുണ്ട്. വിഷയങ്ങളിൽ നമുക്കുള്ള മഹത്വ ബുദ്ധി കാരണമാണ് ഇന്ദ്രിയങ്ങൾ ആ വിഷയത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കാണുമ്പോൾ ആ ഭക്ഷണത്തെ കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? ആ ഭക്ഷണത്തിൽ നമുക്കൊരു മഹത്വ ബുദ്ധിയുണ്ട്. നേരെ മറിച്ച് അതേ ഭക്ഷണം മറ്റൊരാൾക്ക് വലിയ താല്പര്യം ഉണ്ടാകില്ല. അയാൾക്ക് വേറൊരു ഭക്ഷണത്തിലായിരിക്കും മഹത്വ ബുദ്ധിയുള്ളത്, ആ ഭക്ഷണത്തിൽ വലിയ താല്പര്യമില്ല.
വിഷയങ്ങളിൽ നമ്മുടെ മനസ്സ് കൽപ്പിക്കുന്ന മഹത്വ ബുദ്ധിയാണ് ആവർജകത്തിന്, ആകർഷണത്തിന്റെ മുഖ്യ ഹേതു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ മഹത്വ ബുദ്ധി കാരണം മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളിലേക്ക് പോകും. ഈ ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത്, ആവർജകം എന്ന് പറയുന്നത്. ഈ ശ്ലോകത്തിൽ ഉള്ളൊരു പദമുണ്ട്, ആവർജകത്വം. ആ പദത്തിന്റെ അർത്ഥമാണ് മനസ്സ് വിഷയങ്ങളിൽ മഹത്വ ബുദ്ധിയെ കൽപ്പിക്കുന്നു, അത് ഹേതുവായിട്ട് വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ പോകുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഇന്ദ്രിയങ്ങളെ ആ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സാധിക്കും? ഗുരു ഇവിടെ പറയുന്നു, ബലാത് നിരോധയ, ബലപൂർവം തന്നെ, യാതൊരു അനുകമ്പയും കാണിക്കാതെ നിർബന്ധ ബുദ്ധിയോടുകൂടി ബലപൂർവം ഇന്ദ്രിയങ്ങളിൽ നിന്ന് ആ വിഷയങ്ങളെ പിന്തിരിപ്പിക്കണമെന്നും ഗുരു പറയും. ശ്രദ്ധിക്കുക, ഇത് ഈ അധ്യായം 6-ാം അധ്യായമാണ്. നമ്മളൊരു വിഷയത്തെ കുറിച്ച് അധ്യയനം ചെയ്യുമ്പോൾ ആ വിഷയം ഏത് കോണ്ടക്സ്റ്റിൽ പറഞ്ഞു എന്ന ആധാരത്തിലാണ് അതിന്റെ അർത്ഥത്തെ ഗ്രഹിക്കേണ്ടത്. ഈ 6-ാം അധ്യായത്തിൽ ഗുരുകുലത്തിൽ താമസിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഒരു ബ്രഹ്മചാരിയോടാണ് ഗുരുദേവൻ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മുഖ്യമായിട്ടും ഒരു ബ്രഹ്മചാരിക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ. സാമാന്യമായിട്ട് എല്ലാവർക്കും ഇതിനെ അനുഷ്ഠിക്കാം. അതുകൊണ്ടാണ് പുരുഷ അധികച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, ആകർഷണങ്ങളിൽപ്പെട്ട് മനസ്സിനെ പിന്തിരിപ്പിക്കാൻ കഴിയാത്ത മനുഷ്യൻ പതിക്കുന്നു അഥവാ ഉയർച്ചയെ പ്രാപിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഇത് പറഞ്ഞിരിക്കുന്നത് 6-ാം അധ്യായത്തിലായതുകൊണ്ട് വിശേഷിച്ച ഒരു ബ്രഹ്മചാരിയോട്, വിദ്യാർത്ഥിയോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബലപൂർവം ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നു. നമ്മുടെ ഒരു കണ്ണ് ഒരു രൂപത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു വടിയെടുത്ത് നമുക്ക് കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു കൈ ഏതെങ്കിലും ഒരു പദാർത്ഥത്തെ എടുക്കാൻ വേണ്ടി ആകർഷിക്കപ്പെട്ട് പോകുമ്പോൾ ആ കൈ നമുക്ക് ഒരു വടിയെടുത്ത് അടിച്ച് പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നു. ശബ്ദത്തെ എന്തെങ്കിലും പേടിപ്പിച്ച് നമ്മുടെ ശ്രോത്രേന്ദ്രിയത്തെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നു. അപ്പൊ ബലപൂർവം പിന്തിരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ ബലപൂർവം എന്നുള്ള വാക്കിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ബലാത് നിരോധയ. ഇവിടെ ബലാത് എന്ന വാക്കിൽ നിന്ന് ബലപൂർവകം എന്ന വാക്കിനെ പ്രശിക്ഷിതമായ ബുദ്ധി കൊണ്ട് എന്ന് മനസ്സിലാക്കും. കാരണം മനസ്സിനെ പിന്തിരിപ്പിക്കണമെങ്കിൽ മനസ്സിനേക്കാൾ കരുത്തനായ ഒരാളെ കൊണ്ട് മാത്രമേ മനസ്സിനെ നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മുടെ അടുത്തൊരാൾ വഴക്കൂടാൻ വന്നു, ആ വഴക്കൂടാൻ വന്ന ആൾ കരുത്തനാണ്, നല്ല ബലമുണ്ട് അയാൾ. അപ്പൊ നമുക്ക് അയാളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അയാളെ കീഴ്പ്പെടുത്തുന്ന മറ്റൊരു സുഹൃത്തിനെ വിളിച്ചിട്ട് മാത്രമേ നമുക്ക് അയാളെ തോൽപ്പിക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ അയാളെ കീഴ്പ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു പോലീസിനെയോ ആരെങ്കിലും വിളിക്കണം. അല്ലാതെ നമ്മൾ അയാൾ നിന്ന് പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തന്നെ അയാളെ തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ പുറകെ ഇങ്ങനെ മനസ്സിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനസ്സുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു, ഞാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് ആ വിഷയത്തിൽ നിന്ന് പിന്തിരിയണം എന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് സാധിക്കില്ല. കാരണം മനസ്സാണ് പോയത്. മനസ്സിനേക്കാൾ കരുത്തുള്ള ഒരാളെ വിളിച്ചു വരുത്തി ആ ആളെ കൊണ്ട് മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കി അല്ലെങ്കിൽ ഭയപ്പെടുത്തി നിർബന്ധപൂർവ്വം മനസ്സിനെ ആ വിഷയത്തിന്റെ ആകർഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അപ്പൊ മനസ്സിനേക്കാൾ കരുത്തുള്ള വ്യക്തി ആരാണ്? മനസ്സിനേക്കാൾ കരുത്തുള്ള വ്യക്തിയാണ് ബുദ്ധി. പക്ഷെ എങ്ങനെയുള്ള ബുദ്ധിയാണ്? പ്രശിക്ഷിതമായ ബുദ്ധിയാണ്. പ്രശിക്ഷിതമായ ബുദ്ധി മീൻസ് നല്ലവണ്ണം പരിശീലനം ചെയ്യപ്പെട്ട, വിവേകശക്തി വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന, സാധന ഉപാസന വിചാരങ്ങളിലൂടെ പരിശീലനം ചെയ്യപ്പെട്ട ബുദ്ധിയാണ് പ്രശിക്ഷിത ബുദ്ധി എന്ന് പറയുന്നത്. ഈ പ്രശിക്ഷിത ബുദ്ധിക്ക് മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം നമുക്ക് മനസ്സിനെ ഒരു പ്രകാരത്തിൽ നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം മനസ്സ് ഈ ലോകത്തിൽ ഏറ്റവും ശക്തിശാലിയായ ഒരു ഇന്ദ്രിയമായിട്ട്, ഒരു അന്തരിന്ദ്രിയമായിട്ട് അറിയപ്പെടും. ആ അന്തരിന്ദ്രിയത്തെ കേവലം ബുദ്ധി കൊണ്ട് മാത്രമേ നിയന്ത്രിക്കാൻ സാധിക്കൂ. അപ്പൊ പ്രശിക്ഷിതമായ ബുദ്ധി കൊണ്ട് വിഷയങ്ങളിലേക്ക് കടക്കുന്ന മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, പിന്തിരിപ്പിക്കണം എന്ന് ഈ 1-ാമത്തെ ശ്ലോകത്തിൽ പറയും. അപ്പോൾ അടുത്ത 2 ശ്ലോകങ്ങളിൽ ചേർത്ത് മനസ്സിലാക്കാം. ഇന്ദ്രിയാണാം ഏകതമം യദന്യത്ര പ്രവർത്തതേ പ്രജ്ഞാപിതേന നിർഗത്യ വ്രതഭംഗായ കൽപ്പതേ. നമുക്ക് ഇതിന്റെ അർത്ഥം പറഞ്ഞിട്ട് കിടക്കാം അടുത്ത ശ്ലോകത്തിലേക്ക്. ഒരുമിച്ച് പറയാൻ കരുതിയിരുന്നു, പക്ഷെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് കിടക്കാം. അപ്പൊ ഇതിന്റെ അന്വയാർത്ഥം എന്താണ്? ഇന്ദ്രിയാണാം ഏകതമം യദി അന്യത്ര പ്രവർത്തത. ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, 5 ഇന്ദ്രിയങ്ങളുണ്ട്. ആ 5 ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ
പ്രജ്ഞാപി തേന നിർഗത്യ. ബുദ്ധിയും മനസ്സും ബുദ്ധിയും കൂടി ആ ഇന്ദ്രിയങ്ങളെ പുറകെ ആ വിഷയത്തിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഗുരു പറയുന്നു വ്രതഭംഗായ കൽപ്പതി. ഒരു ബ്രഹ്മചാരിയുടെ വ്രതം, ബ്രഹ്മചാരിക്ക് വിവിധമായ വ്രതചര്യ നഷ്ടപ്പെടുന്നു എന്ന് പറയും. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. നമുക്ക് രൂപങ്ങളെ കാണുവാൻ കണ്ണുണ്ട്, ശബ്ദങ്ങളെ കേൾക്കുവാൻ ചെവികളുണ്ട്, രുചികളെ അറിയുവാൻ രസനേന്ദ്രിയമുണ്ട്, സ്പർശാനുഭവത്തെ അറിയാൻ സ്പർശേന്ദ്രിയമുണ്ട്, ഗന്ധത്തെ അറിയാൻ ഘ്രാണേന്ദ്രിയമുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം ആ ഇന്ദ്രിയത്തിന്റെ വിഷയത്തിലേക്ക് പോയാൽ കൂടെയുള്ള മറ്റ് ഇന്ദ്രിയങ്ങളും എല്ലാം ഗമിക്കും. കാരണം എന്താണ്? ഇന്ദ്രിയങ്ങളുടെ എല്ലാം ബന്ധം പരസ്പര പൂരകങ്ങളാണ്. നമ്മളൊരു നല്ലൊരു ഗന്ധം, ഒരു ഭക്ഷണത്തിന്റെ നല്ലൊരു ഗന്ധം നമ്മളെ ഘ്രാണേന്ദ്രിയം ഗ്രഹിച്ചു. അപ്പൊ ഘ്രാണേന്ദ്രിയം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് തോന്നും? ആ ഭക്ഷണം കഴിക്കണം തോന്നും. അപ്പൊ അതിന്റെ രുചി അറിയാൻ വേണ്ടി രസനേന്ദ്രിയം ആഗ്രഹിക്കുന്നു. നമുക്ക് രസനേന്ദ്രിയം ഒരിക്കലും ആ ഭക്ഷണത്തിന്റെ ഗന്ധത്തെ അറിയുന്നില്ല. ഘ്രാണേന്ദ്രിയം അറിഞ്ഞതിന് ശേഷം രസനേന്ദ്രിയം എന്ത് ചെയ്യുന്നു? അതിന്റെ രുചി അറിയാൻ ആഗ്രഹിക്കും. രുചി അറിയാൻ ആഗ്രഹിക്കുമ്പോൾ ആ ഭക്ഷണം കാണണം. അപ്പൊ കണ്ണെന്ത് ചെയ്യുന്നു? കണ്ണ് ആ ഭക്ഷണം കാണാൻ ആഗ്രഹിക്കും. നമ്മൾ റൂമിലിരിക്കുന്നു, നല്ലൊരു ഗന്ധം വരുന്നോ, കൊള്ളാമല്ലോ, നല്ലൊരു മണം വരുന്നല്ലോ, അതെന്താണെന്ന് നോക്കാൻ വേണ്ടി കണ്ണിന് ഒരു ആകാംക്ഷ. കണ്ണ് ആ ഭക്ഷണത്തെ കണ്ടു കഴിഞ്ഞാൽ അത് കഴിക്കാൻ നാവിനൊരു ആകാംക്ഷ. അപ്പൊ നോക്കൂ, ഏതെങ്കിലും ഒരു ഇന്ദ്രിയം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് പോകും. അല്ലാതെ നേത്രേന്ദ്രിയം മാത്രം വിഷയങ്ങളിലേക്ക് പോകുന്നു, ബാക്കി 4 ഇന്ദ്രിയങ്ങളും യഥാസ്ഥാനത്ത് ഇരിക്കുന്നതില്ല. എല്ലാ ഇന്ദ്രിയങ്ങളും പരസ്പര പൂരകങ്ങളാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ മാത്രമാണ് പോവുക. ഇന്ദ്രിയങ്ങൾ മാത്രമല്ല പോകുന്നത്, മനസ്സും പുറകെ പോകും. മനസ്സ് പുറകെ പോയി കഴിഞ്ഞാൽ ബുദ്ധിയും പോകും. മനസ്സും ബുദ്ധിയും എല്ലാം ആ വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് ഒരു വ്യക്തി ഏതൊരു ഉദ്ദേശത്തിനാണ് ഗുരുകുലത്തിൽ വന്നത് ആ ഉദ്ദേശം സാധിക്കാതെ അദ്ദേഹത്തിന്റെ വ്രതത്തിൽ അദ്ദേഹം പരാജയപ്പെടുന്നു എന്ന് ഗുരു പറയുന്നു ഈ ശ്ലോകത്തിലൂടെ. ഇനി ശ്ലോകം 156. തദിന്ദ്രിയാണി സമയേ ബുദ്ധിമാനുപരോധയേത് ഇന്ദ്രിയോ പരമസത്യം തപോപർത്മനി സംശ്രയഃ. അതിന് അന്വയം പറയുന്നു. തത് സമയേ ബുദ്ധിമാൻ ഇന്ദ്രിയാണി ഉപരോധയേത്. ഈ ശ്ലോകത്തിൽ ബുദ്ധിമാൻ എന്നുള്ളൊരു വാക്കാണ് 156. ബുദ്ധിമാൻ എന്നുള്ളതിന്റെ അർത്ഥമാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. പ്രശിക്ഷിതമായ ബുദ്ധിയോടൊത്തയാൾ. നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ബുദ്ധി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ലോകത്തിൽ എല്ലാവർക്കും അന്ധകരണമായിട്ട് ബുദ്ധിയുണ്ട്. ബുദ്ധിയുള്ളത് കൊണ്ടാണ് ബുദ്ധിമാൻ. മത്തുപ്പ് എന്നുള്ള പ്രത്യയം അവിടെ വന്നത്. മത്തുപ്പ് എന്നുള്ള പ്രത്യയം നമ്മൾ ഒരു വാക്കിന്റെ കൂടെ ചേർത്ത്, സംസ്കൃതത്തിലൊരു പ്രത്യയത്തെയാണ് മത്തുപ്പ് എന്ന് പറയുന്നത്. അതൊരു വാക്കിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഉള്ളയാൾ എന്ന് മനസ്സിലാക്കും. അപ്പൊ ധനം പ്ലസ് മത്തുപ്പാണ് ധനവാൻ. ധനവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനമുള്ളയാൾ എന്ന് പറയും. കാരുണ്യമുള്ളയാളെ കാരുണ്യവാൻ എന്ന് പറയും. അങ്ങനെ നമുക്ക് വാൻ എന്ന് ചേർത്ത് ഒരുപാട് വാക്കുകളുണ്ട്. ഇന്ന് ചില സ്ഥലത്ത് മാൻ എന്നുള്ള വാക്കുണ്ട്. ഇത് രണ്ടും മതപ്രത്യയം തന്നെയാണ്. അപ്പൊ ഒന്ന് ഒരാളടുത്ത് ഉണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ധനവാൻ, ധനമുള്ളയാള്, ശക്തിവാൻ അല്ലെങ്കിൽ ശക്തിമാൻ, ശക്തിയുള്ളയാള് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ലോകത്ത് ആരുടെ അടുത്താണ് ധനമുള്ളത് അവരെല്ലാം ധനവാന്മാരാണ്. ധനമില്ലാത്ത ആൾക്ക് ധനമില്ല. ധനമുള്ള എല്ലാവരും തന്നെ ധനവാന്മാരാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബുദ്ധി ലോകത്ത് എല്ലാവരുടെ അടുത്തുണ്ടല്ലോ. ബുദ്ധി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ട്? അന്തരിന്ദ്രിയമായിട്ട് ബുദ്ധി എല്ലാവരുടെ അടുത്തുണ്ട്. അപ്പൊ എല്ലാവരെയും നമ്മൾ ബുദ്ധിമാൻ എന്ന് വിളിക്കട്ടെ. പക്ഷെ നമ്മൾ എല്ലാവരെയും ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നു ഇല്ലല്ലോ. നമുക്ക് ബുദ്ധി ഉണ്ടായിട്ട് കൂടിയും ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ കേവലം ബുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല അർത്ഥം, മറിച്ച് പ്രശിക്ഷിതമായ ബുദ്ധിയോടൊപ്പം. പ്രശിക്ഷിതമായ ബുദ്ധി മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കുകയുള്ളൂ. പ്രശിക്ഷിതമല്ലാത്ത ബുദ്ധി മനസ്സിന്റെ പുറകെ പോകും. അതുകൊണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രജ്ഞാപി തേന നിർഗത്യ എന്ന് പറഞ്ഞു. പ്രജ്ഞ എന്ന് പറഞ്ഞ ബുദ്ധിയാണ്. ബുദ്ധിയും മനസ്സിന്റെ പുറകെ പോകുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. എന്തുകൊണ്ട്? കാരണം ബുദ്ധി പ്രശിക്ഷിതമായിട്ടില്ല. അപ്പൊ പ്രശിക്ഷിതമായ ബുദ്ധിയോടത്തെ ആളെയാണ് ഈ ശ്ലോകത്തിൽ ബുദ്ധിമാൻ എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത് 156 ശ്ലോകം. അപ്പൊ ബുദ്ധിമാൻ എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയാണി ഉപരോധയേത്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ ബലാത് നിരോധയത് എന്ന് പറഞ്ഞു, ഈ ശ്ലോകത്തിൽ ഉപരോധയത് എന്ന് പറഞ്ഞു. അപ്പൊ പ്രശിക്ഷിതമായ ബുദ്ധി കൊണ്ട് നാം ഏത് പ്രകാരത്തിലാണ് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് വിനിവർത്തിക്കേണ്ടത്?
ഗുരുദേവൻ അടുത്ത വരിയിൽ പറയുന്നു, ഇന്ദ്രിയോപരമ സത്യം തപോവർത്മനി സംശ്രയ. തപസ് എന്ന് പറയുമ്പോൾ ആ തപസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തപസ് എന്ന് പറയുന്നത് ഇന്ദ്രിയോപരമമാണെന്ന്. ഇന്ദ്രിയ ഉപരമം എന്നർത്ഥം എടുക്കും. അപ്പൊ അതിന്റെ അന്വയാർത്ഥത്തില് ഇന്ദ്രിയ നിഗ്രഹം എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ ഇന്ദ്രിയ ഉപരമം എന്നുള്ള ശ്ലോകത്തിൽ അർത്ഥം മാത്രം എടുക്കാൻ മതി. ഉപരം എന്ന് പറഞ്ഞ വാക്ക് ഉപരതി എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇന്ദ്രിയ ഉപരമം രണ്ട് വാക്കാണ്. ഇന്ദ്രിയങ്ങളുടെ ഉപരമം മീൻസ്, ഉപരം എന്ന് പറഞ്ഞാൽ ഉപരതി, രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ ആനന്ദം കണ്ടെത്തുക, ഒന്നിൽ രമിക്കുക. ഉപരതി എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന ഒന്നിൽ രമിക്കുക. എന്തായാലും മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ വിഷയങ്ങളുടെ പുറകെ പോയി രമിക്കും. നമ്മൾ എന്ത് വലിയ വിപ്ലവം പറഞ്ഞാലും, എന്ത് വലിയ വേദാന്തം പറഞ്ഞാലും, വലിയ വലിയ ആത്മീയത കൊട്ടിഘോഷിച്ചാലും, നൈസർഗികമായിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സും ബുദ്ധിയും എല്ലാം ഏതെങ്കിലും വിഷയങ്ങളിൽ രമിക്കും. ചില ആൾക്കാർക്ക് നൃത്തം കാണാൻ താല്പര്യമുണ്ടാകും, ചില ആൾക്കാർക്ക് നല്ല സംഗീതത്തെ ആസ്വദിക്കാൻ താല്പര്യമുണ്ടാകും. അങ്ങനെ ഏതെങ്കിലും പ്രകാരത്തിൽ നമ്മുടെ മനസ്സ് ബുദ്ധി അത് വിഷയങ്ങൾ രമിക്കുക തന്നെ ചെയ്യും. അതിന് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അപ്പൊ അവിടെ എന്ത് യുക്തിയാണ് പ്രയോഗിക്കേണ്ടത്? ഗുരു പറയുന്നു ഉപരതിയാണ്, ഉപരമമാണ്. ഉപരി എന്ന് പറഞ്ഞാൽ നാം രമിക്കുന്ന വിഷയം അത് ഏറ്റവും ഉന്നതമായ ഒന്നായിട്ട് മാറ്റുക. ഏറ്റവും സാധാരണ ഉള്ള വിഷയങ്ങൾ രമിക്കാതെ ഉന്നതമായ ഒന്നിൽ രമിക്കുക. നോക്കൂ, നമ്മുടെ ഇന്നത്തെ തലമുറ ലഹരികളിൽ രമിക്കാൻ ശ്രമിക്കുന്നു. ആ ലഹരികളിൽ രമിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനേക്കാൾ എത്രയോ ഉന്നതങ്ങളായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. അതിൽ രമിച്ചാൽ മതി. അവരെ സംബന്ധിച്ച് രമിക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം. ആ രമിക്കുവാൻ ഇപ്പോൾ അവരുടെ മുമ്പിൽ ഉള്ളത് ലഹരികളാണ്. ആ ലഹരികൾക്ക് പകരം അവർക്ക് രമിക്കുവാൻ മറ്റു കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ രമിക്കും. അപ്പൊ മനുഷ്യൻ ലഹരി കഴിക്കുന്നത് ലഹരിക്ക് വേണ്ടിയിട്ടോ എന്താ പറയുക തനിക്ക് വേണ്ടിയിട്ടോ അല്ല, മറിച്ച് രമിക്കുവാനാണ്, രമണം കണ്ടെത്തുവാനാണ്. ഉപരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ ഒന്നിൽ രമിക്കുവാനുള്ള നമ്മുടെ ബുദ്ധിയുടെ കഴിവ്, മനസ്സിന്റെ കഴിവിനെയാണ് ഉപരതി അഥവാ ഉപരം എന്ന് പറയുന്നത്. ആ കഴിവ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ സാധാരണയായിട്ടുള്ള കാര്യങ്ങളിൽ രമിക്കാതെ, ആകർഷിക്കാതെ നമ്മൾ ഉയർന്ന കാര്യത്തിലേക്ക് രമിക്കാൻ വേണ്ടി പോകും. അതിന്റെ ഫലമായിട്ട് നമുക്ക് ഇന്ദ്രിയങ്ങളെ സാധാരണ വിഷയങ്ങളിൽ നിന്ന് വിനിവർത്തനം ചെയ്യാൻ സാധിക്കുമെന്ന് ഗുരു പറയുന്നു. ഇപ്പോ നോക്കൂ, ഒരു വ്യക്തി, എല്ലാ വ്യക്തികൾക്കും ശാസ്ത്രീയ സംഗീതം ആസ്വദിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? രമിക്കാനുള്ള നമ്മുടെ അന്ധകരണത്തിന്റെ കഴിവ് എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളമാണ് നമുക്ക് സൂക്ഷ്മങ്ങളായ കാര്യങ്ങളിൽ രമിക്കാനും കഴിയുക. ശാസ്ത്രീയ സംഗീതത്തിൽ ഒരാൾ രമിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അയാളുടെ രമണ ശക്തി വളരെ വർദ്ധിച്ചിരിക്കും. ഇനി ചില ആൾക്കാർ വളരെ ഉന്നതമായ പ്രത്യയശാസ്ത്രങ്ങളിൽ, ആദർശങ്ങളിൽ രമിക്കുന്നു. ആ ആദർശത്തെ അവർ തന്റെ ജീവിതമാക്കി മാറ്റി ആ ആദർശത്തിന്റെ വിചിന്തനത്തിലൂടെ അയാൾക്ക് ആനന്ദം കിട്ടും. കാരണം എന്താണ്? അയാൾ രമിക്കുന്നത് ലോകര് രമിക്കുന്നത് പോലെ സാധാരണ ധനം, സ്ത്രീ, പുരുഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പദവികൾ അതിലെല്ലാം രമിക്കുന്നത്, മറിച്ച് ഉന്നതമായ ഒരു ആദർശത്തിൽ രമിക്കുന്നു. അപ്പൊ അയാളുടെ രമണശക്തി ഉയർന്നിരിക്കുന്നു. അങ്ങനെ ഉയർത്തി നമുക്ക് ഈശ്വരനിൽ രമിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉപരതി പൂർണ്ണതയിലേക്ക് എത്തും. ഈശ്വരനിൽ രമിക്കാൻ കഴിയുന്ന ഒരാള് അയാൾക്ക് ഈ ലോകത്തിലെ മറ്റൊന്നും തന്നെ അയാൾക്ക് രമണം നൽകില്ല, മറ്റൊന്നും ആനന്ദം നൽകില്ല. അയാളുടെ രമണം ഏറ്റവും ഉന്നതമായ ഒന്നാണ്. ഇങ്ങനെ രമണത്തിന്റെ തോതിനെ നമ്മൾ ക്രമേണ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ദ്രിയങ്ങളുടെ വിനിവർത്തനത്തിന്, ഉപരോധനത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് ഗുരു ഇന്ദ്രിയ ഉപരമം എന്ന വാക്കിലൂടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത് ഇന്നത്തെ കാലത്ത് വളരെ പ്രായോഗികമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ യുവതലമുറ ലഹരിയിലേക്ക് വ്യാപകമായിട്ട് പോകുന്നത്? കാരണം അവരെ സംബന്ധിച്ച് രമിക്കാൻ ഒന്നും മുമ്പിലില്ല, ആകെയുള്ളത് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ അവർക്ക് രമിക്കാൻ വേണ്ടി ക്രിയാത്മകമായ കൂടുതൽ കാര്യങ്ങളെ ഇത് ഭരണതലത്തിലും അല്ലെങ്കിൽ സംഘടനകളുടെ തലത്തിലും സമൂഹ തലത്തിലും അവർക്ക് രമിക്കാൻ വേണ്ടി ഉന്നതങ്ങളായ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ രമിക്കും. അപ്പൊ അവരുടെ രമണശക്തി കുറച്ച് ഉയർന്നു. അങ്ങനെ മാത്രമേ നമുക്കൊരു സമൂഹത്തെ മാറ്റിമറിക്കാൻ സാധിക്കൂ. അല്ലാതെ ഏതെങ്കിലും പ്രകാരത്തിൽ നമുക്ക് ഈ രമിക്കുക എന്നുള്ള നമ്മളിൽ രൂഢമൂലമായിരിക്കുന്ന ഉറച്ച ഈ ഭാവത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇന്ദ്രിയ ഉപരമെന്ന ഈ വാക്കിലൂടെ കഴിഞ്ഞ 2 ശ്ലോകത്തിന്റെയും എല്ലാം നമുക്ക് താല്പര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഗുരുദേവൻ കഴിഞ്ഞ പഞ്ചശുദ്ധി പ്രകരണത്തില് അവിടെ ഇന്ദ്രിയ ശുദ്ധിയുടെ ആ ഒരു പ്രകരണം വരുന്ന സമയത്ത്
ഗുരു പറഞ്ഞു അയുക്ത അസംസ്തവ എന്ന് പറഞ്ഞിരിക്കുന്നു. അയുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യമല്ലാത്തവയെ നമ്മൾ സ്തുതിക്കാതിരിക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് യോഗ്യമല്ലാത്തവയെ സ്തുതിക്കുന്നത്? കാരണം നമുക്ക് അതിൽ രമിക്കാനുള്ള കഴിവേ ഉള്ളൂ. അതുകൊണ്ട് യോഗ്യമല്ലാത്ത ഒന്നിനും സാധാരണ കാര്യങ്ങൾ, ഒരു സാധാരണമായ വിഷയങ്ങളെ സ്തുതിച്ചു കഴിഞ്ഞാൽ ആ സാധാരണമായ വിഷയങ്ങളിൽ മാത്രം നമ്മൾ രമിക്കും. അപ്പൊ ഏറ്റവും ഉന്നതമായ ഒന്നിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ ഒന്നിൽ നമുക്ക് രമിക്കാൻ കഴിയും. അപ്പൊ ഇന്ദ്രിയ ഉപരമത്തിലൂടെ ഒരു ബ്രഹ്മചാരി തൻ്റെ മനസ്സിനെ, ബുദ്ധിയെ എന്ത് ചെയ്യണം? വിഷയങ്ങളിൽ നിന്ന്, ആവർജനങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് നിരോധിക്കണമെന്ന് ഈ 3 ശ്ലോകത്തിന്റെ പൊതുവായൊരു താല്പര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി ശ്ലോകം 157, 157 ശ്ലോകം. നിഷ്കാസയേത് ഗുരുകുലാത് ദുർവിനീതമനാശ്രവം ബ്രഹ്മചാരിണമന്യേഷാം ദുസ്സംസർഗ നിവർത്തയേ. ഗുരുകുലാത്, ഗുരുകുലത്തിൽ നിന്ന് ദുർവിനീതം, ഗുരുകുലാത്ത് നിഷ്കാസ്യത് എന്ന് പറയാം. ഗുരുകുലാത്ത് നിഷ്കാസ്യത്, ഗുരുകുലത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം, ഒഴിവാക്കണം. ആരെയാണ് ഒഴിവാക്കേണ്ടത്? ദുർവിനീതം അനാശ്രമം ബ്രഹ്മചാരിണം. യാതൊരു വിനയവും മര്യാദയും ഇല്ലാതെ ഗുരു പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെ അനുസരിക്കാതിരിക്കുന്ന ഒരു ബ്രഹ്മചാരിയെ ഗുരുകുലാത്ത് നിഷ്കാസയത്, ഗുരുകുലത്തിൽ നിന്ന് ഒഴിവാക്കണം. എന്തുകൊണ്ടാണ്? അന്വേഷാം ദുസ്സംസർഗ നിവർത്തെ, അവിടെ പഠിക്കുന്ന താമസിക്കുന്ന മറ്റുള്ളവരുടെ ക്ഷേമത്തിനെ കൂടി കരുതിക്കൊണ്ട് ഈ ഒരു വിദ്യാർത്ഥി ഒഴിവാക്കണം. ഇതൊരു സംഘടനാപരമായ തത്വമാണ്. ഏതൊരു സംഘടനയായാലും ആ സംഘടനയുടെ കേന്ദ്രമായി വർത്തിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ, ചില നിയമങ്ങൾ ഉണ്ടാകും. കാരണം ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരും ഒത്തൊരുമിച്ചാണെങ്കിൽ കൂടിയും ആ സംഘടനയുടെ നയത്തെ രൂപീകരിക്കുന്ന ചില കേന്ദ്രങ്ങൾ ഉണ്ടാവും. എല്ലാവരും ഒരുമിച്ചല്ല നയത്തെ രൂപീകരിക്കുന്നത്, എല്ലാവരും ആ സംഘടനയുടെ ഭാഗങ്ങളാണ്. മാത്രമല്ല എല്ലാവർക്കും പല പല സ്ഥലത്തു നിന്ന് മാറി ഇരുന്ന് ആ സംഘടനയുടെ നയപരിപാടികളെ രൂപീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെയാകുമ്പോൾ അവ്യവസ്ഥിതി വരും. നമ്മുടെ ശരീരം നോക്കൂ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അംഗങ്ങളുണ്ട്, അവയവങ്ങളുണ്ട്. തലച്ചോറല്ലേ ഇവയെല്ലാം ക്രോഡീകരിക്കുന്നത്, എല്ലാത്തിനെയും ഏകോപിപ്പിക്കുന്നത്. അല്ലാതെ ഹൃദയം, മറ്റേ കിഡ്നി തുടങ്ങിയ എല്ലാ അവയവങ്ങളും അവരുടെ നിലയ്ക്ക് ശരീരത്തെ മൊത്തം നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവരെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാവരും ഏകോപിപ്പിക്കുന്നതും തലച്ചോറാണ്. അതേപോലെ തന്നെ ഏതൊരു സംഘടനയിലും ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും ആ സംഘടനയുടെ അടിസ്ഥാനപരമായ നയങ്ങളെ രൂപീകരിച്ച് ആ നയങ്ങളെ ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ച് ഇംപ്ലിമെന്റ് ചെയ്ത് സംഘടനയെ മുന്നോട്ട് നയിക്കുന്നത് കുറച്ച് ആൾക്കാരായിരിക്കും. അതിനെ നേതൃത്വം എന്ന് പറയും. അപ്പൊ ആ നേതൃത്വത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംഘടനയിൽ ഏത് വ്യക്തിക്കും തൻ്റെ കഴിവിനെയും ശക്തിയെയും വർദ്ധിപ്പിച്ച് നേതൃസ്ഥാനത്തേക്ക് വരാൻ സാധിക്കും. പക്ഷെ ഒരു നേതൃത്വം എപ്പോഴും അവിടെ ഉണ്ടാകും. അപ്പൊ ആ നേതൃത്വത്തെ നമ്മൾ അംഗീകരിക്കില്ല. ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ അദ്ദേഹം പറയുന്നത് കേൾക്കില്ല, ഞങ്ങളും ഈ സംഘടനയുടെ ഭാഗമാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ ഞങ്ങൾ നിൽക്കില്ല, അതിന് ആ ആശയത്തിന്റെ കീഴിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടന താറുമാറും, ചിന്ന ഭിന്നമാകും. എന്താണ് സംഘടന? സമ്യക് ഘടതേ അസ്യാം. ഇത് സംഘടന. സമ്യക് എന്ന് പറയാൻ നല്ലവണ്ണം, ഘടതേ കൂട്ടിച്ചേർക്കപ്പെട്ടത്, നല്ലവണ്ണം കൂട്ടിച്ചേർക്കപ്പെട്ട ഒന്നിനെയാണ് സംഘടന എന്ന് പറയുന്നത്. നല്ലവണ്ണം കൂട്ടിച്ചേർക്കപ്പെടണമെങ്കിൽ തീരുമാനങ്ങളും നയങ്ങളും ഒരു നേതൃത്വത്തിൽ നിന്ന് വരണം. ആ നയങ്ങളെയും തീരുമാനങ്ങളെയും അംഗീകരിക്കുന്ന അണികളുണ്ടാകും. അല്ല ഞാനിതിനൊന്നും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്യക്ക് ഘടനയെ സംഭവിക്കില്ല, നല്ലവണ്ണം കൂട്ടിച്ചേർക്കപ്പെടില്ല. അത് വിഘടിച്ച് മാറും, സംഘടനയെ ഇല്ലാതാകും. ഒരു സംഘടനയുടെ നിലനിൽപ്പ് തന്നെ അനുസരണം എന്നുള്ളതിനാണ്. അപ്പൊ നമ്മൾ ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും കുഴപ്പമില്ല, നമ്മൾ ആദ്യം വേണ്ടത് അനുസരിക്കാനുള്ള മനോഭാവം ഉണ്ടാക്കും. നോക്കൂ, ഗുരു പറഞ്ഞിരിക്കുന്നത് അനാശ്രമം എന്നുള്ള വാക്ക്. അനുസരിക്കാതിരിക്കുക പലരെയും നമ്മൾ കാണാം. ഇപ്പൊ ചെറിയൊരു സംഘത്തിലായാലും ആ സംഘടനയെ ഉണ്ടാക്കി അതിനെ നിലനിർത്തിയ കുറച്ച് ആൾക്കാരുണ്ടാവും ഇത്രയും കാലമായിട്ട്. സപ്പോസ് ഒരു 5 വർഷമായിട്ട് ഒരു സംഘടന നിലനിൽക്കുന്നു എന്ന് കരുതുക. ആ സംഘടനയെ ഉണ്ടാക്കി ആളുകളെ ചേർത്ത് ഈ 5 വർഷമായിട്ട് ആ സംഘടനയെ നിലനിർത്തിയ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ 4ാമത്തെ വർഷം ഒരാൾ പുതുതായിട്ട് ആ സംഘടനയെ കടന്നു വന്നു കരുതും. അപ്പൊ അയാൾ കരുതുകയാണ്
ഇതിന്റെ നേതാക്കൾക്ക് യാതൊരു അറിവുമില്ല, യാതൊരു വിവരവുമില്ല. എനിക്ക് മാത്രമാണ് വലിയ വിവരവും സൂക്ഷ്മ ബുദ്ധിയൊക്കെ ഉള്ളത്. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഈ സംഘടന അങ്ങ് നയിക്കാൻ പോവുകയാണ്, നിയന്ത്രിക്കാൻ പോവുകയാണ് എന്ന് കരുതി ആ സംഘടനയിലുള്ള കുറച്ച് ആൾക്കാരെ അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നു. വേറെ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഗ്രൂപ്പിന്റെ ഉള്ളിൽ ചില ഗ്രൂപ്പുകൾ, ചില കുറുമുന്നണികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ആ സംഘടനക്ക് നിലനിൽപ്പുണ്ട്, അത് ചിഹ്ന ഭിന്നമായിട്ട് മാറും. അപ്പൊ എന്തുകൊണ്ട് അവരെങ്ങനെ ശ്രമിക്കുന്നു? അവർ ശ്രമിക്കുന്നത് അവരുടെ ഉള്ളിൽ അനുസരിക്കുക എന്നുള്ള ശ്രേഷ്ഠമായ ഒരു കഴിവില്ലാത്തതുകൊണ്ട്. അനുസരിക്കുക എന്നുള്ള മോശമായ കാര്യമൊന്നുമല്ല. ഗുരുവിന്റെ ആജ്ഞയെ പാലിക്കുക എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കഴിവ്. ഒരു വിദ്യാർത്ഥിയുടെ, ഒരു ബ്രഹ്മചാരിയുടെ ഏറ്റവും വലിയ യോഗ്യതയുടെ മാനദണ്ഡമാണ് അനുസരിക്കുക എന്നുള്ളത്. നമ്മൾ കുറച്ചു കാലം ഗുരുവിന്റെ ആജ്ഞ അല്ലെങ്കിൽ ഒരു സംഘടനയെ നമ്മൾ അനുസരിച്ചു കഴിഞ്ഞാൽ നമ്മെ അനുസരിക്കുന്ന കുറച്ച് ആളുകൾ അപ്പുറത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടായിത്തീരും. നാം ഒരു സിസ്റ്റത്തെ അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സിസ്റ്റത്തെ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ നോക്കുക, ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് ആ സംഘടനയുടെ നേതൃത്വത്തെ അയാൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും തന്നെ അയാൾക്ക് മറ്റൊരു സംഘടന ഉണ്ടാക്കാൻ സാധിക്കില്ല, കെട്ടിപ്പിടിക്കാൻ സാധിക്കില്ല. അദ്ദേഹം ശ്രമിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടും. അതെങ്ങനെ ശരിയാവും സ്വാമിജി? നമുക്ക് നേതാക്കളാണെങ്കിൽ കൂടിയും അവർ തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കേണ്ടേ, തിരുത്തണ്ടേ? നമുക്ക് നേതാക്കളാണെങ്കിൽ കൂടിയും തെറ്റ് ചെയ്താൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ, തിരുത്താൻ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു സംഘടനയെ ക്രിയാത്മകമായി പരിവർത്തനപ്പെടുത്തണം നമുക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കഴിവിലൂടെ പ്രയത്നത്തിലൂടെ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് വരിക. നേതൃസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ, നമുക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആശയങ്ങളെ, അഭിലാഷങ്ങളെ, ആ സംഘടനയെ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നയപരിപാടികളൊക്കെ നമുക്ക് അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് അധികാരമില്ലാത്തിടത്തോളം കാലം നമുക്ക് എങ്ങനെയാണ് ഒരു സംഘടനയെ ഭരിക്കാൻ സാധിക്കുന്നത്? ഒന്നുകിൽ നമ്മൾ വേറെ മാറി നിന്ന് വേറെ ഒരു സംഘടന സ്വയം സ്ഥാപിച്ച് അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പരിവർത്തനങ്ങൾ വരുത്തുക. അല്ലാതെ ഒരു സംഘടനയുടെ ഓരം പറ്റി നിന്ന് ഒരു സംഘടനയുടെ തണൽ അനുഭവിച്ചുകൊണ്ട് ആ സംഘടനയുടെ നേതൃത്വത്തെ അംഗീകരിക്കാതിരിക്കുക, ആ സംഘടനയുടെ നയപരിപാടികളോട് ചേർന്ന് നിൽക്കാതിരിക്കുക, ആ സംഘടനയ്ക്ക് ഉള്ളിൽ തന്നെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കുറച്ച് ആൾക്കാർ ആ മറ്റൊരു ഗ്രൂപ്പിലൂടെ സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, ഇതൊക്കെ വാസ്തവത്തിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് അവരവന്റെ ഉള്ളിലുള്ള യോഗ്യത കുറവാണ്. അതാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്, അനാശ്രമം, ഗുരുവിന്റെ ആജ്ഞ അനുസരിക്കാത്തവൻ ധിക്കാരി എന്നാണ് തീർത്ഥസ്വാമികൾ അതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ധിക്കാരികളായ ആൾക്കാർ ഉണ്ടെങ്കിൽ യാതൊരു ദയയും കാണിക്കരുത്. എന്ത് ചെയ്യണം? ദുസ്സംസർഗ നിവർത്തയെ, മറ്റുള്ള ആൾക്കാർക്ക് ദുസ്സംഗം ലഭിക്കാതിരിക്കാൻ വേണ്ടി സംഘടനാ നേതൃത്വം ഇവരെ നിഷ്കാസനം ചെയ്യണമെന്ന് ഗുരു പറഞ്ഞു. അപ്പൊ ഗുരുവിന്റെ സംഘടനാ തത്വം കൂടി നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഗുരുകുലാത്ത് നിഷ്കാസനം, നമുക്ക് എന്തെങ്കിലും അവിടെ ഒരു അനുകമ്പ കൊടുത്തു. കാരണം ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സമൂഹത്തെ ഒരിക്കലും നമുക്ക് പണയപ്പെടുത്താൻ സാധിക്കില്ല. എത്രയോ ആളുകളുടെ തപസ്സും ത്യാഗവുമാണ് ഓരോ സംഘവും. എന്തിനും നമ്മൾ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ്, ഈ ഒരു കൂട്ടായ്മ, ശ്രീനാരായണ മിഷൻ ഇൻ ലൈഫ് എക്സലൻസ് സാധന എന്ന് പറയുന്നൊരു കൂട്ടായ്മ, ഈ കൂട്ടായ്മയാക്കി ഇത്രയും കാലം നിലനിർത്തിയതിന്റെ പുറകിൽ എത്രയോ ആൾക്കാരുടെ ത്യാഗവും തപസ്സും കഷ്ടപ്പാടും ഉണ്ടാവും. അപ്പൊ ആ കഷ്ടപ്പാടിനെയും ത്യാഗത്തെയും തപസ്സിനെയും അനുസരിക്കുക എന്ന് പറയാൻ നമുക്ക് ആർക്കും യാതൊരു നഷ്ടവുമില്ല. മാത്രമല്ല നമുക്കത് ഉത്കർഷത്തെ ഉണ്ടാക്കുന്നു. പക്ഷെ ഞാൻ ആ ത്യാഗത്തെയും തപസ്സിനെയും ഒന്നും ഞാൻ മാനിക്കില്ല, ഞാൻ വേറെ പല പരിപാടികളും ചെയ്യും എന്ന് കരുതി ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാലോ അതൊരിക്കലും ഭൂഷണമല്ല. അത്തരക്കാര എന്തു പറയുന്നു? ധിക്കാരി എന്ന് പറയുന്നു എന്ന് തീർത്ഥസ്വാമികൾ വ്യാഖ്യാനത്തിൽ പറയും. അത്തരക്കാരെ നിഷ്കാസനം ചെയ്യണമെന്ന് ഗുരുദേവനെ ആശയത്തിലൂടെ പറയും. അപ്പൊ ഒരു ബ്രഹ്മചാരി ആ ഗുരുകുലത്തിന്റെ ആജ്ഞകളെ, മര്യാദകളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നില്ലെങ്കിൽ അവനെ കുറച്ചൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് സമയം കൊടുക്കുക. എന്നിട്ടും നേരെ വന്നിട്ടില്ലെങ്കിൽ അവനെ ആ ഗുരുകുലത്തിൽ നിന്ന് മറ്റുള്ളവരുടെ ഹിതത്തിനു വേണ്ടി, മറ്റുള്ളവർക്ക് ഒരു ദുസ്സംഗം, ഇവൻ കാരണം ഒരു ദുസ്സംഗം ലഭിക്കാതിരിക്കാൻ വേണ്ടി അവനെ നിഷ്കാസനം ചെയ്യണമെന്ന് ഗുരു 157 ശ്ലോകത്തിൽ പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് 158 ശ്ലോകത്തിൽ പറയുകയാണ്, അവിശേഷേണ പിതരാവാചാര്യശ്ച കൃപാഫലാത് പോഷേധികാരിണസ്തസ്യ സ്ഥൂല സൂക്ഷ്മ ശരീരയോഹോ. ഒന്നുകൂടി വായിക്കാം. അവിശേഷേണ പിതരാവാചാര്യശ്ച കൃപാഫലാത് പോഷേധികാരിണസ്തസ്യ സ്ഥൂല സൂക്ഷ്മ ശരീരയോഹോ. അന്ന് പറയുന്നു, പിതരൗ ആചാര്യ ച കൃപാബലാത്. പിതരൗ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും, അച്ഛനും അമ്മയും കുറിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് പിതരൗ. പിതരൗ അച്ഛന്റെയും അമ്മയുടെയും ആചാര്യന്റെയും
കൃപ കൊണ്ട്, അവരുടെ കാരുണ്യവും കൃപ കൊണ്ട് ബ്രഹ്മചാരിയുടെ ശരീരം നല്ലവണ്ണം സംരക്ഷിക്കപ്പെടണം, ശരീരത്തിന് ആരോഗ്യമുണ്ടാകണം എന്നാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. എന്ത് ശരീരത്തിനാണ് പറയുന്നു? തസ്യ ബ്രഹ്മചാരിയുടെ സ്ഥൂല സൂക്ഷ്മ ശരീരയോഹോ പോഷേ അധികാരിണ. അച്ഛന്റെയും അമ്മന്റെയും ഗുരുജനങ്ങളുടെയൊക്കെ കാരുണ്യം കൊണ്ട് ബ്രഹ്മചാരിയുടെ സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന ശരീരത്തിന് പോഷണം ഉണ്ടാകും. അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന ശരീരത്തെ പോഷിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്യം മാതാപിതാക്കൾക്കും ഗുരുജനങ്ങൾക്കും ആചാര്യനും ഉണ്ട് എന്ന് ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ പറയും. ഇത് വളരെ പ്രസക്തമായ ഒരു ശ്ലോകമാണ്. കാരണം നമ്മളെല്ലാവരും ഇന്നത്തെ കാലത്ത് എല്ലാ മാതാപിതാക്കളും എല്ലാ രക്ഷകർത്താക്കളും എല്ലാവരും തന്നെ ഒരു വിദ്യാർത്ഥിയുടെ, ഒരു കുഞ്ഞിന്റെ കേവലം ഭൗതിക ശരീരത്തിന്റെ പോഷണം മാത്രമാണ് ചെയ്യുന്നത്. നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല വസ്ത്രം കൊടുക്കുന്നു, അവന് താമസിക്കാനുള്ള നല്ല സൗകര്യം കൊടുക്കുന്നു. അങ്ങനെ ഭൗതിക ശരീരത്തിന്റെ പോഷണത്തിനപ്പുറം സൂക്ഷ്മ ശരീരത്തിന്റെ പോഷണത്തെ കാംക്ഷിക്കുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ഒരാളിന്റെ സൂക്ഷ്മ ശരീരത്തെ അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അതിനുതകുന്ന ആഹാരങ്ങൾ കൊടുക്കുന്നു. ആഹാരങ്ങൾ മീൻസ് സൂക്ഷ്മ ശരീരത്തെ പരിപോഷിപ്പിക്കാനുള്ള സംഭവങ്ങളെ കൊടുക്കുന്ന എത്ര രക്ഷകർത്താക്കളുണ്ട്? സൂക്ഷ്മ ശരീരം എന്താണ് നമ്മൾ ദർശനമാലയിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇങ്ങനെയുള്ള അന്ധകരണങ്ങൾ, പഞ്ചപ്രാണങ്ങള്, അതേപോലെ ഇന്ദ്രിയങ്ങള്, ഇതെല്ലാം ചേർന്നതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ ഈ കാണുന്ന കണ്ണും മൂക്കും നാക്കുമെന്നല്ല ഇന്ദ്രിയങ്ങൾ, ഇത് ഇന്ദ്രിയ ഗോളകങ്ങളാണ്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഇതിനെ ഇന്ദ്രിയ ഗോളകങ്ങൾ എന്ന് പറയും. ഇന്ദ്രിയങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം. ഇന്ദ്രിയ ഗോളകങ്ങൾ സ്ഥൂല ഫിസിക്കൽ ബോഡിയുടെ ഭാഗമാണ്, സ്ഥൂല ശരീരത്തിന്റെ ഭാഗമാണ്. ഈ നേത്രേന്ദ്രിയ ഗോളകത്തിൽ ഇരിക്കുന്ന ഒരു സൂക്ഷ്മമായ ശക്തിവിശേഷത്തെയാണ് എന്ത് പറയുന്നത്? അതിനെയാണ് നേത്രേന്ദ്രിയം എന്ന് പറയുന്നത്. ആ ഇന്ദ്രിയം സൂക്ഷ്മമാണ്, അത് സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ്. നമ്മൾ കാണുന്നത് ഇന്ദ്രിയ ഗോളകമാണ്, ഇന്ദ്രിയങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥാനത്തെയാണ്. ഇപ്പൊ ചെവി, നമ്മൾ കാണുന്ന ചെവി എന്ന് പറയുന്നത് ഫിസിക്കൽ ബോഡിയുടെ ഭാഗമായിട്ടുള്ള ഇന്ദ്രിയ ഗോളകമാണ്. ആ ചെവിയിൽ ഇരിക്കുന്ന സൂക്ഷ്മമായ ഒരു തത്വത്തെയാണ് ശ്രോത്രേന്ദ്രിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രാണങ്ങൾ, പഞ്ചപ്രാണങ്ങൾ, ഉപപ്രാണങ്ങൾ, നമ്മുടെ മനസ്സ്, ബുദ്ധി, ഇതിനെല്ലാം ചേർന്നതാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. ഈ സൂക്ഷ്മ ശരീരത്തിന്റെ പരിപോഷണവും രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നു. സൂക്ഷ്മ ശരീരത്തെ നാം പരിഗണിക്കാതെ കേവലം ഫിസിക്കൽ ബോഡിയുടെ നിലനിൽപ്പിനും അതിന്റെ പോഷണത്തിനും വേണ്ടിയിട്ടുള്ള അന്നപാനീയങ്ങളും മറ്റ് സൗകര്യങ്ങളും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തി സമ്പൂർണമായ വികാസത്തെ പ്രാപിക്കുന്നില്ല. ഗുരുദേവൻ അദ്വൈത ജീവിതം എന്ന പേരിൽ ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അതൊരു പ്രസ്താവനയാണ്, പക്ഷെ ഒരു മനോഹരമായ കൃതിയാണ്. ആ കൃതിയിൽ ഗുരു പറയുന്നുണ്ട്, ശരീരത്തിന്റെ എല്ലാ അംഗങ്ങളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവൃത്തിയിലൂടെ ശരീരം ആരോഗ്യമുള്ളതായി തീരും. അതേപോലെ ശരീരത്തിന്റെ സമ്പൂർണ്ണ ആരോഗ്യം എന്ന് പറയണമെങ്കിൽ രണ്ട് പ്രകാരത്തിലുള്ള ശരീരത്തിന്റെ വികാസത്തെയാണ് സമ്പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്നത്. ഒന്ന് സ്ഥൂലമായിരിക്കുന്ന ഫിസിക്കൽ ബോഡിയുടെ വികാസം, അതോടൊപ്പം തന്നെ സൂക്ഷ്മമായിരിക്കുന്ന ശരീരത്തിന്റെ വികാസം. ഇതേപോലെ ഒരു സമൂഹത്തിനും രണ്ട് പ്രകാരത്തിലുള്ള ശരീരങ്ങളുണ്ട്, ഭൗതികമായ ശരീരമുണ്ട്, ആധ്യാത്മികമായ ശരീരമുണ്ട്. ഇതിന് രണ്ടിന്റെ വികാസത്തിലൂടെ ഒരു സമൂഹത്തിന്റെ സർവ്വതോന്മുഖമായ വികാസം സംഭവിക്കുന്നു എന്ന് ഗുരു ആ കൃതിയിൽ പറയും. ഇപ്പൊ നോക്കൊരു വ്യക്തി, ആ വ്യക്തിയെ കാണാൻ നല്ല ആരോഗ്യമുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, ബാഹ്യമായി നല്ല ആരോഗ്യവാനാണ്. പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി, പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴേക്കും ആ വ്യക്തി പകച്ചു പോകുന്നു. ആ വ്യക്തിക്ക് ആ പ്രതിസന്ധിയെ മറികടക്കാനും കഴിയാതെ ആ വ്യക്തി ആത്മഹത്യയിലേക്ക് ശരണം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ലഹരിയിലേക്ക് ശരണം പ്രാപിക്കുന്നു. എല്ലാവരും പലപ്പോഴും ആത്മഹത്യ എന്തുകൊണ്ട് ചെയ്യുന്നു? ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു, ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള സൂക്ഷ്മ ശരീരത്തിന്റെ ആരോഗ്യമില്ലായ്മയാണ്. നമ്മളിങ്ങനെ നടന്നു പോകുന്നു, നമ്മുടെ മുമ്പിൽ വലിയൊരു കുഴി കാണും. അപ്പൊ വേറെ അപ്പുറത്തൊക്കെ നമുക്ക് പോകാൻ സാധിക്കില്ല. ആ കുഴിയെ നമ്മൾ ചാടിക്കടന്നാൽ നമുക്ക് മറുപുറത്തെത്താൻ സാധിക്കും. ആ കുഴിയാണെങ്കിൽ ഒരു 3-4 അടി ഇങ്ങനെ നീളമുണ്ട്. ആ കുഴിയെ ചാടി കടക്കണമെങ്കിൽ നമ്മുടെ സ്ഥൂല ശരീരം നല്ല ആരോഗ്യം വേണം. അപ്പൊ ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആ കുഴിയെ ചാടി കടക്കാം, ഒന്ന് ഓടി അതിനെ മറികടക്കാൻ സാധിക്കും. ആരോഗ്യമില്ലെങ്കിലോ നമ്മൾ ഒന്നുകിൽ ആ കുഴിയിൽ വീഴും, അല്ലെങ്കിൽ ആ കുഴിയുടെ മുമ്പിൽ ഇങ്ങനെ പകച്ചു നിൽക്കും. എങ്ങനെ ഞാൻ ഇതിനെ മറികടക്കും? അയ്യോ, വലിയൊരു കുഴിത എൻ്റെ ജീവിതത്തിന് മുമ്പിൽ വന്നു, ഞാൻ എങ്ങനെ ഇതിനെ മറികടക്കും എന്ന് ആലോചിച്ച് നമ്മൾ പകച്ചു നിൽക്കും. അതേപോലെ തന്നെ ചില കുഴികൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വരും, വലിയ പ്രതിസന്ധിയായി, വലിയ പ്രശ്നങ്ങളായിട്ട്. അപ്പൊ ആ കുഴികളെ മറികടക്കണമെങ്കിൽ കേവലം ഫിസിക്കൽ ബോഡിയുടെ കരുത്ത് മാത്രം പോരാ, സൂക്ഷ്മ ശരീരത്തിന് കരുത്ത് വേണം.
ശ്രദ്ധിക്കുക, സൂക്ഷ്മ ശരീരം മീൻസ് മനസ്സ്, ബുദ്ധി, പ്രാണമൊക്കെ ചേർന്നിരിക്കുന്ന ശരീരവിശേഷമാണ്. അത് നമ്മൾ ഭാനദർശനം എന്നുള്ള അധ്യായത്തില് ദർശനമാലയിൽ വിശദമായിട്ട് വ്യഷ്ടി തലത്തിലുള്ള സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും സമഷ്ടി തലത്തിലുള്ള സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും എന്താണ് സൂക്ഷ്മ ശരീരം. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് വലിയൊരു ഡോക്ടർ, വലിയൊരു വൃക്ക രോഗ വിദഗ്ധൻ ആത്മഹത്യ ചെയ്തു. എത്ര വലിയ പേരെടുത്ത ഡോക്ടറാണ്. അതേപോലെ എത്ര കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ട്? ആ പ്രതിസന്ധിയെ മറികടക്കാൻ അവരുടെ, നമുക്ക് ബാഹ്യമായിട്ട് നമ്മൾ അവരെ ആക്ഷേപിക്കുകയല്ല, മീൻസ് ആ മുമ്പിൽ വന്നിരിക്കുന്ന ആ വലിയൊരു പ്രതിസന്ധിയെ ചാടി മറികടക്കാനുള്ള സൂക്ഷ്മമായ ശരീരത്തിന്റെ കരുത്തില്ലായ്മയാണ്. അപ്പൊ നമ്മൾ കുഞ്ഞുനാളിലെ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കൾ പ്ലസ് ആചാര്യൻ, ഇവരുടെ ഉത്തരവാദിത്തമായിട്ട് ഗുരു പറയുകയാണ്, 2 പ്രകാരത്തിലുള്ള ശരീരത്തിന്റെയും പരിപോഷണം ഒരേപോലെ ശ്രദ്ധിക്കണം. നല്ല നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ മനസ്സിനെ സാത്വികമായും മനസ്സിനെ ഏറ്റവും ഉയർന്ന കാര്യങ്ങൾ രമിക്കാനുമുള്ള കാര്യങ്ങളെ കൂടി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അവരുടെ ബുദ്ധിയെയും മനസ്സിനെയും കൂടി നമ്മൾ ശ്രദ്ധാപൂർവം പരിപാലിച്ചു കഴിഞ്ഞാൽ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഒരേപോലെ ആരോഗ്യത്തിലേക്ക് ഉയരും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആചാര്യന്റെയും മാതാപിതാക്കളെയും കർത്തവ്യമാണ് തസ്യ സ്ഥൂല സൂക്ഷ്മ ശരീരയോഹോ പോഷേ എന്ന് ഗുരു ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനി വീണ്ടും 159 ശ്ലോകത്തിൽ ബ്രഹ്മചാരിക്ക് വീണ്ടുന്ന ചില നിർദ്ദേശങ്ങളെ പറയാം. വദേത് സത്യം ചരേത് ധർമ്മം സ്വാധ്യായം നിത്യമാചരേത് കുശലാത് സത്യധർമാഭ്യാം ന പ്രമാദ്യേത് വിഭൂതയേ. ഒന്നുകൂടി ചൊല്ലാം. വദേത് സത്യം ചരേത് ധർമ്മം സ്വാധ്യായം നിത്യമാചരേത് കുശലാത് സത്യധർമാഭ്യാം ന പ്രമാദ്യേത് വിഭൂതയേ. പറയുന്നു, ബ്രഹ്മചാരി ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. പ്രമാദം ഉണ്ടാകാതെ, മടി കൂടാതെ ചെയ്യണം. എന്തൊക്കെയാണ്? സത്യം വധയത്, സത്യം പറയണം. നിർബന്ധമാണ് സത്യം പറയണം. സത്യം നമുക്ക് പറയാൻ സാധിക്കുന്നു. ഒരിക്കല് ഒരു ആചാര്യന്റെ പ്രഭാഷണത്തിൽ കേട്ട കാര്യമാണ്, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഒരിക്കൽ യാത്ര ചെയ്യുന്ന വേളയിൽ ഉത്തരഭാരതത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷൻ എത്തിയ സമയത്ത് അവിടെ വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപാട് സന്യാസിമാർ നമ്മൾ എപ്പോഴും സ്റ്റേഷനിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സന്യാസി ഒരു ഭാഗത്ത്, വലിയ താടിയും മുടിയൊക്കെ ജടാധാരിയായ ഒരു സന്യാസി ഒരു ഭാഗത്ത് ഇരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു കള്ളൻ ഓടി ദൂരെ പോയി. ആ കള്ളനെ പിന്തുടർന്ന് പോലീസുകാരും വന്നു കള്ളനെ പിടിക്കാൻ വേണ്ടി. ഈ സന്യാസിയുടെ വശത്തോടു കൂടിയാണ് പോയത്. അപ്പൊ സന്യാസിയുടെ അടുത്ത് ഓടിയ കള്ളൻ എന്ത് ചെയ്തു? എന്തൊക്കെയോ ഭാണ്ഡം എന്തൊക്കെയോ സന്യാസിയുടെ അടുത്ത് ഇട്ടു. പെട്ടെന്ന് പോലീസുകാർ വന്ന് സന്യാസിയെ പൊക്കി. പോലീസുകാർ ധാരണ 2 പേരും ചേർന്നിട്ടാണ് ഈ ഒരു കളവ് നടത്തിയത്. എന്നിട്ട് സന്യാസിയോട് പറഞ്ഞു, സത്യം പറയൂ എന്ന് പറഞ്ഞു. സന്യാസി പറഞ്ഞു, ബാക്കിയെല്ലാം ഞാൻ പറയാം, സത്യം മാത്രം പറയാൻ കഴിയില്ല. അതെന്താണ്? വീണ്ടും ചോദിച്ചു. സത്യം പറയുന്നത്? ഇല്ല, സത്യം പറയാൻ കഴിയില്ല. സത്യം പറയാൻ സാധിക്കുമോ? ആർക്കെങ്കിലും സത്യം പറയാൻ സാധിക്കില്ല. കാരണം എന്താണ്? തത്ര വാഗ് ഗച്ഛതി. സത്യം എന്ന് പറയുന്നത് വാക്കിന് വിഷയമായ സംഭവമല്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായ സത്യമല്ല, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായ ഒന്നല്ല സത്യം എന്ന് പറയുന്നത്. ത്രികാല അബാധ്യം എന്നാണ് സത്യത്തിന്റെ പേര്. 3 കാലത്തിലും മാറ്റമില്ലാതെ ഒരുപോലെ നിൽക്കുന്ന ഏതൊരു വസ്തുവാണ് ആ വസ്തുവിന് സത്യമെന്ന് പറയും. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത ആ സദ്വസ്തുവിനെ എങ്ങനെയാണ് നമ്മൾ വാഗീന്ദ്രിയത്തിലൂടെ നമുക്ക് പ്രകടമാക്കാൻ കഴിയുക? അപ്പോൾ സത്യം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിന്റെ ആത്യന്തിക നിർവചനമായിരിക്കുന്ന, പാരമാർത്ഥിക നിർവചനമായിരിക്കുന്ന സത്യത്തെ അല്ല നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. മറിച്ച് ഇവിടുത്തെ സത്യത്തിന്റെ അർത്ഥം പ്രമാണത്തിന് വിഷയമായ കാര്യങ്ങളെ പരപ്രേമത്തോടു കൂടിയും പരഹിതത്തോടു കൂടിയും പറയുക. ഇതിനെയാണ് സത്യം വധത് എന്ന് പറയുന്നത്. സത്യം പറയുക എന്ന വാക്കുകൂടെ മനസ്സിലാക്കുക. പ്രമാണത്തിന് വിഷയമായ കാര്യം മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, കണ്ണിലൂടെ നമ്മൾ ഒന്നിനെ കാണണം. അതിനെയാണ് എന്ന് പറയുന്നത് പ്രമാണത്തിന് വിഷയം എന്ന് പറയുന്നത്. പ്രമാണം മീൻസ് നാം ലോകത്തെ കാര്യങ്ങൾ അറിയുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് രൂപങ്ങളെ കാണുവാൻ എന്താണ് പ്രമാണം? രൂപങ്ങളെ കാണുവാനുള്ള പ്രമാണമാണ് കണ്ണ്.
ശബ്ദങ്ങളെ കേൾക്കുവാനുള്ള പ്രമാണമാണ് എന്ത്? ചെവി. രുചികളെ അറിയുവാനുള്ള പ്രമാണമാണ് രസനേന്ദ്രിയം. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്, അതുകൊണ്ട് സത്യമാണെന്ന് പറയില്ല. എന്തുകൊണ്ട്? കണ്ണ് എന്ന് പറയുന്ന പ്രമാണത്തിൽ, കണ്ണ് എന്ന് പറയുന്ന പ്രമാണത്തിന് അത് വിഷയമായി തീരും. അതുകൊണ്ട് അത് സത്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സത്യത്തിന്റെ ആദ്യ ഘടകമാണ് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രമാണത്താൽ നാം അതിനെ അറിഞ്ഞിരിക്കണം. മറ്റൊരാൾ പറയുന്ന കാര്യം ആ പറയുന്നതിന് മുമ്പ് നമ്മുടെ അടുത്തുള്ള പ്രമാണങ്ങളാൽ നാം അതിനെ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മുടെ അടുത്തുള്ള പ്രമാണം എന്തൊക്കെയാണ്? പ്രത്യക്ഷമായിരിക്കുന്ന പ്രമാണമുണ്ട്, ഇന്ദ്രിയങ്ങൾ. നാം ഒന്നുകിൽ നേരിട്ട് കണ്ടതായിരിക്കണം, അല്ലെങ്കിൽ നേരിട്ട് കേട്ടതായിരിക്കണം, അല്ലെങ്കിൽ നേരിട്ട് അറിഞ്ഞതായിരിക്കണം ഇന്ദ്രിയങ്ങളിൽ നിന്ന്. ഈ കാര്യം മാത്രമേ പറയാൻ പാടുള്ളൂ സത്യമായിട്ട്. പ്രത്യക്ഷമായത് മാത്രമാണ് പ്രമാണമല്ല. ആപ്തവാക്യവും അനുമാനവും കൂടി പ്രമാണമാണ്. നമ്മളൊരു വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നു എന്ന് കരുതുക. ദേവദത്തൻ എന്നൊരു വ്യക്തിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകും. അപ്പൊ ദേവദത്തനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. വീടിന് ഉമ്മർത്ത് ദേവദത്തനെ കണ്ടിട്ടില്ല. പക്ഷെ ദേവദത്തൻ പുറത്തേക്ക് പോകുന്ന വേളയിൽ ധരിക്കുന്ന ചെരുപ്പ്, ആ ചെരുപ്പ് ആ വീടിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അപ്പൊ അതിലൂടെ നമുക്ക് അനുമാനത്തിലൂടെ മനസ്സിലായി ദേവദത്തൻ ആ വീട്ടിലുണ്ട്. കാരണം അദ്ദേഹം എപ്പോഴും വീടിന്റെ ഉള്ളിൽ ഇറങ്ങുമ്പോൾ ആ ചെരുപ്പ് ധരിക്കും എന്ന് നമുക്കറിയാം. കാരണം പുള്ളിക്കാരൻ എവിടെയും പോയിട്ടില്ല, വീട്ടിനുള്ളിലുണ്ട്. പുള്ളി വീട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ട്, കണ്ണിലൂടെ കണ്ടല്ല മനസ്സിലാക്കിയത്. പുള്ളിയുടെ ശബ്ദം കേട്ടല്ല മനസ്സിലാക്കിയത്, പുള്ളിയുടെ ഗന്ധം അറിഞ്ഞല്ല മനസ്സിലാക്കിയത്. മറിച്ച് ഒരു അനുമാനത്തിലൂടെ, ഒരു ബാഹ്യമായിരിക്കുന്ന ലക്ഷണത്തെ കണ്ട് ആ ലക്ഷണത്തിലൂടെ അനുമാനം ചെയ്ത് മനസ്സിലാക്കി. അപ്പൊ അനുമാനവും ഒരു പ്രമാണമാണ്. കേവലം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു, അതുകൊണ്ട് അത് മാത്രമാണ് സത്യമെന്ന് ധരിക്കരുത്. നമ്മൾ തിരിച്ചു നടന്നപ്പോ വേറൊരു വ്യക്തി ചോദിച്ചു, അല്ല സുകുമാര, ദേവദത്തൻ വീട്ടിലുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞു ദേവദത്തൻ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ദേവദത്തൻ വീട്ടിലുണ്ട് നമ്മൾ പറയുന്ന വാക്ക് സത്യമാണ്. എന്തുകൊണ്ട്? അനുമാനത്തിലൂടെ, അനുമാനം എന്ന് പറയുന്ന പ്രമാണത്തിന് വിഷയമായിട്ടുണ്ട് ദേവദത്തൻ വീട്ടിലുണ്ട് എന്ന കാര്യം. എന്തുകൊണ്ട്? ദേവദത്തിന്റെ ചെരുപ്പാകുന്ന ആ ബാഹ്യ ലക്ഷണത്തെ കണ്ട് ദേവദത്തിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് നമ്മൾ അനുമാനിച്ചറിയാം. അപ്പൊ അനുമാനവും പ്രമാണമാണ്. അല്ലാതെ ദേവദത്തെ ഞാൻ നേരിട്ട് കണ്ട കാര്യം മാത്രമേ പറയൂ, അതല്ല സത്യം. പ്രത്യക്ഷമായി അറിയുന്ന കാര്യങ്ങളും സത്യമാണ്. ഇനിയോ അനുമാനത്തിലൂടെ അറിയുന്ന കാര്യങ്ങളും സത്യമാണ്. ഇനി നമ്മൾ ദേവദത്തിന്റെ വീട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതും. പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് നമ്മുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തിയേക്കാൾ, ഏറ്റവും വിശ്വസ്തനായ വ്യക്തി, ആ വ്യക്തി നമ്മോട് പറഞ്ഞു, ഹലോ നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. എന്താണ്? അവിടെ ദേവദത്തിന് ഇല്ല, അദ്ദേഹം പുറത്തു പോയിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ദേവദത്തിന് ഇല്ല എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? നമ്മൾ മനസ്സിലാക്കിയത് ആപ്തവാക്യത്തിലൂടെയാണ്. നമുക്ക് വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞു തരുന്ന വാക്യത്തെയാണ് ആപ്തവാക്യം എന്ന് പറയുന്നത്. അതിന് ആഗമപ്രമാണം എന്ന് പറയാം. അപ്പൊ ആപ്തവാക്യത്തിലൂടെ പറഞ്ഞ കാര്യവും സത്യമാണ്. ഞാൻ പറഞ്ഞത് സത്യം പറയണമെന്ന് പറയുമ്പോൾ ഏത് കാര്യത്തെയാണ് സത്യമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പ്രമാണങ്ങളിലൂടെ അറിഞ്ഞ കാര്യത്തെയാണ് സത്യമെന്ന് പറയുന്നത്. അത് ഇന്ദ്രിയങ്ങളാകുന്ന പ്രത്യക്ഷ പ്രമാണത്തിലൂടെ അറിഞ്ഞ കാര്യങ്ങളും സത്യമാണ്. അനുമാന ആഗമാദി പ്രമാണങ്ങളിലൂടെ അറിഞ്ഞ കാര്യവും സത്യമാണ്. അപ്പൊ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാണത്തിന് വിഷയമായ കാര്യം ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അനുമാനമോ അല്ലെങ്കിൽ പ്രത്യക്ഷമോ അല്ലെങ്കിൽ ആപ്തവാക്യം അങ്ങനെ ഏതെങ്കിലും ഒരു പ്രമാണത്താൽ അറിയാത്ത കാര്യത്തെ സത്യമാണെന്ന് കരുതി പറയരുത്. പ്രമാണത്തിന് വിഷയമായ കാര്യത്തെ മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പൊ സത്യത്തിന്റെ നിർവചനം പ്രമാണത്തിന് വിഷയമായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് ഒന്നാമത്തത്. ഇനി ആ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? പരപ്രേമത്തോടു കൂടിയും പരഹിതത്തോടു കൂടിയും. ഒരു കാര്യം സത്യമാണെങ്കിൽ കൂടിയും ആ സത്യത്തെ നമ്മൾ അവതരിപ്പിക്കുന്നതിൽ ഒരു അനുകമ്പയും വേണം, ഒരു പ്രേമവും വേണം. ചുമ്മാ ഡയറക്റ്റ് പറയരുത്. ഒരു അനുകമ്പയോടു കൂടിയും പ്രേമത്തോടു കൂടിയും ഹിതത്തോടു കൂടിയും വേണം. മറ്റുള്ളവരുടെ ഹിതത്തെ കൂടി കാക്ഷിക്കണം. ഒരു ആളിന്റെ ഭാര്യ, ആ ഭാര്യയെ നമ്മൾ തീർത്തും കാണാൻ പാടില്ലാത്ത മറ്റൊരു സാഹചര്യത്തിൽ കണ്ടു എന്ന് കരുതും. നമ്മൾ നേരിട്ട് അറിഞ്ഞു. അപ്പൊ അത് പ്രമാണഭൂതമായ സത്യമാണ് ആ കാര്യം. ഒരു ഭാര്യ ഭർത്താവ്, നമ്മുടെ അയൽവാസിയായ ഒരു കുടുംബം, ആ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും. അതിലെ ഭാര്യ എന്ന് പറയുന്ന ആ സ്ത്രീയെ നമ്മൾ മറ്റൊരു സാഹചര്യത്തിൽ കണ്ടു. ഭാര്യ ധർമ്മത്തിൽ നിരക്കാത്ത മറ്റൊരു സാഹചര്യത്തിൽ കണ്ടു എന്ന് കരുതും.
അപ്പൊ കണ്ടത് കൊണ്ട് എന്താണ്? അത് സത്യമാണ്, അത് ഒരു പ്രമാണത്തിന് വിഷയമായ സത്യമാണ്. അപ്പൊ ആ സത്യം നമ്മൾ ഭർത്താവിനോട് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? അതിനെ നല്ല രീതിയിൽ ആലോചിച്ച് അവരുടെ കുടുംബത്തിന് ഒരു തകർച്ച വരാത്ത രീതിയിൽ പരപ്രേമത്തോടു കൂടിയും പരഹിതത്തോടും കൂടി അവതരിപ്പിക്കണം. കാരണം ഇത്രയും വർഷം കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയൊരു കുടുംബം, ഒരു കുടുംബം എന്തായാലും ചിലപ്പോൾ ചില തെറ്റുകൾ എല്ലാ മനുഷ്യരിലും സംഭവിച്ചേക്കാം. പക്ഷെ അത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ ഭദ്രതയെ കാംക്ഷിച്ചുകൊണ്ട്, പരഹിതത്തെ കാംക്ഷിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ആ സത്യത്തെ അവതരിപ്പിക്കാൻ പാടുള്ളൂ. സത്യത്തെ അവതരിപ്പിക്കാതിരിക്കാനും വയ്യ. അവതരിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തോട് നാം ചെയ്ത നീതികേടാണ്. പക്ഷെ ആ അവതരിപ്പിക്കുന്നതിന് എങ്ങനെ? അതിലൊരു അനുകമ്പയും പ്രേമവും ആ കുടുംബത്തിന്റെ ഹിതവും ഉണ്ടായിരിക്കും. ഇതിനെയാണ് സത്യം വദേത് എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ ധൈര്യമായിട്ട് പറയും, എനിക്ക് ആരെയും പേടില്ല എന്ന് പറയാൻ അത് സത്യം വദേതാവില്ല. അപ്പൊ സത്യം പറയുക എന്ന് പറയുമ്പോൾ സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ പ്രമാണത്തിന് വിഷയമായിട്ടുള്ള കാര്യങ്ങളെ പരപ്രേമത്തോടു കൂടിയും പരഹിതത്തോടു കൂടിയും പറയുക എന്നുള്ളതാണ്. ഇതിൽ അടുത്ത വാക്കാണ് ധർമ്മം ചരിത്രം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്ലാസ്സിനെ ഉപസംഹരിക്കുകയാണ്. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.